പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഭീതി വർദ്ധിപ്പിച്ച് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇസ്രയേലിന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്ത്രപ്രധാനമായ ഡിമോണ മേഖല ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടേക്കുമെന്ന് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇറാന്റെ സമീപകാല മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ വിവിധ സായുധ ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ വിലയിരുത്തുന്നുണ്ട്. കൂടാതെ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ആണവ രഹസ്യം ഹിസ്ബുള്ള പോരാളികൾ ചോർത്തിയതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തെക്കൻ ലെബനനിൽ തുടരുന്ന വ്യോമാക്രമണങ്ങളും വിവിധ അതിർത്തികളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും സാഹചര്യം അതീവ ഗുരുതരമാക്കുന്നു. ഡിമോണയ്ക്ക് സമീപമുണ്ടായ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഇതിനോടകം പരിക്കേറ്റ് കഴിഞ്ഞു. തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും സംഘർഷം ഇനിയും വ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും വലിയ ആശങ്കയാണ് ഉയരുന്നത്. പുതിയ രാജ്യങ്ങളോ ഗ്രൂപ്പുകളോ ഈ പോരാട്ടത്തിലേക്ക് കടന്നു വന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, ഡിമോണ ലക്ഷ്യമിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 5-ന് ഇറാൻ ഉയർത്തിയ കർശന മുന്നറിയിപ്പ് ഒരു നയതന്ത്ര പ്രസ്താവനയായി പലരും കണ്ടപ്പോൾ ദിവസങ്ങൾക്കകം തന്നെ ആ ഭീഷണി മിസൈൽ രൂപത്തിൽ ഡിമോണിയൽ പതിച്ചത് ലോകത്തെ ഞെട്ടിച്ചു. ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിടുകയാണെങ്കിൽ അതിന് മറുപടി ഡിമോണി ആയിരിക്കുമെന്ന സന്ദേശം വെറും വാക്കുകളല്ലെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ഇനി ഭൂമിശാസ്ത്രപരമായ അതിർത്തികളിൽ ഒതുങ്ങാതെ ആണവ ഭീഷണിയുടെ നിഴലിൽ പുതിയ തലത്തിലേക്ക് ഉയരുകയാണെന്ന വിലയിരുത്തലുകൾ ശക്തമാക്കുന്നു. ഡിമോണ ആണവ കേന്ദ്രം എന്തുകൊണ്ട് അത്ര നിർണായകമാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ ഈ ആക്രമണത്തിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമായി കാണാം. 1958 ആരംഭിച്ച ഈ സൗകര്യം 1960കളുടെ തുടക്കത്തിൽ തന്നെ പ്രവർത്തനക്ഷമമായി. ഹെവി വാക്ടർ റിയാക്ടറിന്റെ സഹായത്തോടെ പ്ലൂട്ടോണിയം നിർമ്മിക്കാൻ കഴിയുന്ന ഈ കേന്ദ്രം ഇസ്രയേലിന്റെ ആണവായുധ പദ്ധതിയുടെ ഹൃദയഭാഗമാണെന്ന് വ്യാപകമായി കരുതപ്പെടുന്നു. ഔദ്യോഗികമായി ഇസ്രയേൽ തന്റെ ആണവശേഷിയെക്കുറിച്ച് തുറന്നു സമ്മതിച്ചിട്ടില്ലെങ്കിലും ഡിമോണിയാണ് ആ രഹസ്യ ശക്തിയുടെ അടിത്തറയെന്ന വിലയിരുത്തൽ വർഷങ്ങളായി നിലനിൽക്കുന്നു. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് പോലുള്ള പ്രതിരോധ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഗവേഷണവും വികസനവും ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുവരുന്നതായി കരുതപ്പെടുന്നു. അത്യന്തം കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും രഹസ്യപരമായി സൂക്ഷിക്കപ്പെടുന്ന സൈനിക ആണവ സൗകര്യങ്ങളിൽ ഒന്നാണ്. ഡിമോണിയുടെ രഹസ്യ സ്വഭാവം തന്നെ ഇതിൽ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഈ സൗകര്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ വർഷങ്ങളെടുത്തു. മിഷിഗൺ സർവകലാശാലയിലെ പ്രൊഫസറായ ഹെൻറി ഗോംബർഗ് ഇസ്രയേൽ സന്ദർശനത്തിനിടെ ശ്രദ്ധിച്ച അസാധാരണ വിവരങ്ങളാണ് പിന്നീട് ഡിമോണയുടെ യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിലെത്തിച്ചത്. സോറക്കിൽ അവതരിപ്പിച്ചതിനേക്കാൾ വളരെ വലിയ പദ്ധതിയുണ്ടെന്ന സംശയം അദ്ദേഹം പങ്കുവച്ചതോടെ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അന്വേഷണം ശക്തമാക്കി. 1960 ഡിസംബർ 7-ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ്രയേലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത് ഡിമോണിയെ അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഈ വിവരം കണ്ടെത്തുന്നതിലുണ്ടായ വൈകല്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അന്നത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്ക് സമർപ്പിക്കപ്പെട്ടു. ഇത്തരമൊരു അതീവ സൂക്ഷ്മ കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ആണവ സൗകര്യങ്ങളുടെ സമീപത്ത് പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്ന് പ്രത്യേകമായി മുന്നറിയിപ്പ് നൽകി. ഒരു ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം സാധാരണ സൈനിക ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് നിയന്ത്രിക്കാനാകാത്ത ആണവ ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു ദുരന്തം സംഭവിച്ചാൽ അത് ഒരു രാജ്യത്തിന്റെ പരിധിയിൽ മാത്രം ഒതുങ്ങാതെ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കാം. ഡിമോണിയുടെ സ്ഥാനം ഈ ഭീഷണിയെ കൂടുതൽ ഗുരുതരമാക്കുന്നു. ജെറുസലേമിൽ നിന്ന് ഏകദേശം 80 മുതൽ 85 കിലോമീറ്റർ വരെ അകലത്തും ടെൽ അവീവിൽ നിന്ന് ഏകദേശം 115 മുതൽ 140 കിലോമീറ്റർ വരെ ദൂരത്തുമാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു വലിയ അപകടവും ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ മാത്രമല്ല ജോർദാൻ പോലുള്ള അയൽ രാജ്യങ്ങളെയും ബാധിക്കാനിടയുണ്ട്. റേഡിയേഷൻ വ്യാപനം അതിർത്തികളെ മാനിക്കാത്തതിനാൽ ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല,
മറിച്ച് അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറാനും സാധ്യതയുണ്ട്.